സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു പുതിയ സർക്കാർ. നാടെങ്ങും സ്ത്രീകൾക്കിടയിൽ പ്രിയദർശിനി പ്രിയപ്പെട്ടവളാകുമ്പോൾ പ്രൈവറ്റ് ബസ് മേഖലയിൽ ഈ പദ്ധതി അത്ര പ്രിയമല്ല. സ്ത്രീകൾക്ക് പ്രിയദർശിനി പ്രിയപ്പെട്ടതാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിൽ മേഖലയായ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. പ്രിയദർശിനി എന്ന പദ്ധതി മൂലം നിങ്ങൾ ബസ് ജീവനക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം വളരെ തുച്ഛമായിട്ടാണ് ഇപ്പം കിട്ടുന്നത്. പണ്ടത്തെ ഒരു 300-400 രൂപ ദിവസത്തിൽ ഞങ്ങൾക്ക് കുറവ് വരുന്നുണ്ട്. അതുപോലെ പ്രിയദർശിനി ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ സ്ത്രീകൾ മൊത്തം അങ്ങോട്ടാണ്. ഇതിലോട്ട് കയറാൻ വരുന്ന ആൾക്കാർ തന്നെ ആ വണ്ടി പുറകെ വന്നു കഴിഞ്ഞാൽ അതിലോട്ടാണ് അവർ ഓടിപ്പോകുന്നത്. അതുകൂടാതെ ഇപ്പോൾ KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി തുടങ്ങി. അത് വളരെ ഞങ്ങൾക്ക് ഭയങ്കര പരാജയമാണ്. ഇപ്പം ഈ KSRTC ഇവിടെ കയറുന്നത് ഭയങ്കര പരാജയമാണ്. വൃത്തികേടെന്ന് തന്നെ പറയാം. വൃത്തികെട്ട പരിപാടിയാണ്. ഇപ്പോൾ കയറാതിരുന്ന് ഇപ്പോഴേ പ്രൈവറ്റ് ബസ് കളക്ഷൻ വളരെ കുറവായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ അത് കയറുകയെന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ് കാണിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് പ്രിയദർശിനി. എന്നാൽ കേരളത്തിലെ വലിയൊരു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ പദ്ധതി മൂലം വലിയൊരു തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. ശ്രീ പാലമുറ്റത്ത് വിജയകുമാർ ചേട്ടനോടൊപ്പമാണ് 140 ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് വളരെ വേഗം വേണ്ടത്ര ആലോചനയും ഒരു പഠനവും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന ഒരു പദ്ധതി എന്ന പേരിൽ ഈ പ്രിയദർശിനി എന്ന വനിതകൾക്കുള്ള യാത്രാ സൗജന്യ പദ്ധതി തിടുക്കപ്പെട്ട് നടത്തിയതിൻ്റെ ആഘാതത്തിലാണ് ഇന്ന് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ബസ് നിർത്തിവെച്ചുള്ള സമരം പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടം സഹിച്ചുകൊണ്ട് ഈ ബസ്സുകൾ 15-ാം തീയതി ശേഷവും ഇപ്പോഴും ഭൂരിപക്ഷം ബസ്സുകളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ന്യൂനപക്ഷമായ ബസ്സുകൾക്ക് മാത്രമേ ഇതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തതുള്ളൂ. ഇപ്പം KSRTCയുടെ ഓർഡിനറി സർവീസുകളുള്ള റൂട്ടുകളിൽ സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സിൽ പോയി സ്ഥിരമായി പതിറ്റാണ്ടുകളായി പോയിക്കൊണ്ടിരുന്ന സ്ത്രീകളടക്കം, അതായത് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇന്ന് പ്രൈവറ്റ് ബസ്സിനോട് വിട പറഞ്ഞുകൊണ്ട് KSRTCയിലെ ഫ്രീ സർവീസിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമോടൊപ്പമുള്ള ഭർത്താവായാലും സഹോദരനായാലും മകനായാലും ആ ആളുകൾ പ്രൈവറ്റ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത് ആ സ്ത്രീക്ക് ഫ്രീ കിട്ടും എന്നുള്ളതിൻ്റെ പേരിൽ ആ കുടുംബസമേതം ട്രാൻസ്പോർട്ടിലേക്ക് പോയ ഒരു സാഹചര്യമാണ്. അതാണ് KSRTCക്ക് നിലവിൽ ഉണ്ടായിരുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കാനുള്ള കാര്യമുണ്ടായത്. അപ്പോൾ അത്രയും ശോഷണമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 4:20 ഇവിടുന്ന് പുനലൂരിന് പോകേണ്ട ബസ്സാണ് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾ 4:10 ആകുമ്പോൾ ഇവിടെ സ്റ്റാൻഡ് പിടിക്കുന്നതാണ്. സ്റ്റാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സീറ്റിംഗ് ആളാവുന്നതാണ്. ഇത് ഇത്ര നേരമായിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ബസ്സിനകത്ത് കയറിയിട്ടില്ല. സ്ത്രീകൾക്കിടയിൽ പ്രിയദർശിനി പ്രിയപ്പെട്ടവളാകുമ്പോൾ നിങ്ങൾ ബസ് ജീവനക്കാർ അതിനെ എങ്ങനെ കാണുന്നു? ഞങ്ങളുടെ ബസ്സിനകത്ത് കയറേണ്ട യാത്രക്കാരെ കണ്ടു. താഴെയുള്ള ഇത്രയും പേരാ. ഈ ചാലൊക്കെ നല്ലപോലെ പോകുന്ന ആൾക്കാരെ കൊണ്ട് പോകേണ്ട ചാലുകളാണ്. ഒരു മനുഷ്യർ പോലും ഇല്ല. തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ വണ്ടിക്കകത്ത് കയറുള്ളൂ. അതുപോലെ സ്ത്രീകളില്ലാത്ത വണ്ടിക്കകത്ത് കളക്ഷൻ കുറവാണ്. 10,000-10,000 രൂപ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇപ്പോൾ 6,000 രൂപ 5,500 രൂപ ബാലൻസ് ഒന്നുമില്ല. മുതലാളി ഇങ്ങോട്ട് ശമ്പളം തരും. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കാരണം തൊഴിലാളികൾക്ക് തന്നെ അവസ്ഥ വളരെ മോശമായിട്ട് വന്നിരിക്കും. കാരണം വീടുകളിൽ ബസ് തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവിടുത്തെ മിനിമം തൊഴിലാളികൾ 1000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ചില ദിവസങ്ങളിൽ 1000 രൂപ പോലും കിട്ടുന്നില്ല. കയറി വന്നാൽ 800 രൂപ 900 രൂപ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു വീട് കഴിഞ്ഞ് പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. പാലിക്കാട് ഇപ്പോൾ KSRTC മൊത്തം സ്റ്റാൻഡിൽ കയറാൻ തുടങ്ങി. അങ്ങനെപ്പോൾ ഒട്ടും ആൾക്കാരില്ല. ഞങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും ജോലി നോക്കാൻ വേണ്ടി പോകുക, അതേ പറ്റത്തുള്ളൂ. പദ്ധതി നിലവിൽ വന്നതോടെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് KSRTC ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇത് സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ട്. പ്രൈവറ്റ് ബസ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ സത്താർ നമ്മോടൊപ്പം ചേരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്ര വന്നപ്പോൾ സ്ത്രീകൾ ഗണ്യമായി പ്രൈവറ്റ് ബസ്സുകളിൽ കുറയുകയും നമ്മുടെ വരുമാനത്തിൽ കാര്യമായ ഇടിവുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്കൊരു കണക്കിലും സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. പ്രിയദർശിനി പദ്ധതി മൂലം പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ബാധിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് പ്രൈവറ്റ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്കും ബാധിച്ചിരിക്കുന്നത്. അവരുടെ വിഷമങ്ങളും നമ്മൾ കാണാതെ പോകരുത്. ശരിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ സ്ത്രീകൾ വരാത്തതുകൊണ്ട്, ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ കയറാത്തതുകൊണ്ട്, പ്രൈവറ്റ് ബസ് കയറാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടമില്ല. ഒരു കച്ചവടമില്ല. ഞങ്ങൾ രാവിലെ വന്ന് തുറന്ന് കുത്തിയിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകും. നിത്യജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശമ്പളം കൊടുക്കാൻ പോലും വരുമാനം കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടില്ല. ഒന്നിൽ ഇത് അവസാനിപ്പിക്കണം.
അല്ലെങ്കിൽ അതിനുള്ളൊരു പോംവഴി കണ്ടെത്തണം സർക്കാർ. ഞാൻ ഈ മാലിക്കര മേഖലയിലെ ഒരു ബസ് ഓപ്പറേറ്ററാണ്. നമ്മൾ ഏതാണ്ടോ 89 മുതൽ ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതുവരെ ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രിയദർശിനി ഈ സ്ത്രീ സൗജന്യ യാത്ര ഞങ്ങളുടെയൊക്കെ ബസ്സുകൾക്ക് ഏതാണ്ട് 1500 രൂപ മുതൽ 3000 രൂപ വരെ ഒരു ദിവസം കുറവാണ്. പ്രിയദർശിനി സർവീസ് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രഖ്യാപനത്തെ നമ്മൾ എതിർക്കുന്നില്ല. അത് ശരിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിൻ്റെ അകത്ത് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറഞ്ഞ കാര്യമാണ്, തെറ്റാണ്. പക്ഷേ ഇത് മുതലും നമ്മളൊരു വ്യവസായമായിട്ട്, അതായത് 5000 കോടി രൂപയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രവാസികളായിട്ടുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മേഖലയാണ് സ്വകാര്യ ബസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് ആളിനെ കിട്ടുന്നില്ല. എല്ലാ ദിവസവും 1500 മുതൽ 2000 രൂപ വരെ ഷോട്ട് വരുമ്പോൾ എല്ലാ ദിവസവും ഓവർ എക്സ്പെൻസ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു 10 ബസ്സുള്ളവർ മുതൽ ഒരു ബസ്സുള്ളവർ വരെയുള്ള പല ടൈപ്പിലുള്ള ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബസ്സുകാരന് 1000-1500 രൂപ ഡെയിലി അങ്ങോട്ട് കൊടുക്കുമ്പോൾ 10 ബസ്സുള്ളവർ എത്ര രൂപ കൊടുക്കുമ്പോൾ നമ്മൾ സാധിക്കും, എത്ര ദിവസം ഇവർക്ക് പിടിച്ചേക്കാൻ കഴിയും? ഒരു മാസം ആകുമ്പോൾ എത്ര രൂപ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്കൂട്ട് നോക്കും. 150 രൂപയാണ് ടാക്സിൽ നമുക്ക് ഇളവ് വന്നിരിക്കുന്നത്. ഒരു ദിവസം 150 രൂപ വെച്ച് സർക്കാർ പറഞ്ഞേക്കുന്നത് ശരി 50%, ഏറ്റവും തികച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ് 50% ടാക്സ് കുറച്ചു എന്ന് പറയുന്നത്. പക്ഷേ അത് 150 രൂപ കൊണ്ട് നമുക്കൊന്നും ആവുന്നില്ല. 1500 മുതൽ 2000 രൂപ വരെ ഒരു ദിവസം കുറവ് വരുന്നിടത്തൊന്നും 150 രൂപ കുറച്ചാൽ ബാക്കി എന്തുണ്ട്? ജില്ലകളിൽ ഇതിനകം തന്നെ 100-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് താൽക്കാലികമായി നിർത്താൻ മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകി കഴിഞ്ഞു. ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പക്കാ ബുദ്ധിമുട്ടാണ്. എന്താ പറയാൻ, ഇപ്പം പ്രിയദർശിനി തുടങ്ങുന്ന രീതിക്ക് നമ്മളെ ഒരു ടിക്കറ്റ് ഒരു പട്ടി ഇരുന്ന് നോക്കാത്ത രീതിയിലാണ് നമ്മളെ അവഗണിക്കുന്നത് കൊണ്ടാണ് ഈ പ്രൈവറ്റ് വണ്ടിയിലാണ് ഈ വന്ന വ്യക്തികൾ മൊത്തം വന്നുകൊണ്ടിരുന്നത്. നമ്മളെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന പല വ്യക്തികളും നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛൻ രീതിയിലാണ് കാണുന്നത്. എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രിയദർശിനി ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മുടെ വണ്ടിയെ വന്നുകൊണ്ടിരുന്ന വ്യക്തികളാണ്. നമ്മളവരെ കൊണ്ട് വാ ചേച്ചി വരാൻ ചേച്ചി എന്ന് പറയാം, ചേച്ചിമാർ വരത്തില്ല. അവർക്ക് പ്രിയദർശിനിയുണ്ട്. കഴിഞ്ഞിട വരെ നമ്മളെ വണ്ടിയെ വന്നുകൊണ്ടിരുന്ന വ്യക്തികളാണ്. പ്രിയദർശിനി എന്നും പ്രിയപ്പെട്ടവൾ തന്നെ. എന്നാൽ ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖവും കാണാതെ പോകരുത്. ഈ സർക്കാർ ഇവർക്ക് ആശ്വാസകരമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ 140 ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ കൃഷ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ കിരൺ ആർ കൃഷ്ണൻ.